ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. ആഫ്റ്റർ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഒരു ലേസിന്റെ പിക്ചർ, അതുപോലെ പൊട്ടറ്റോയുടെ പിക്ചർ, പിന്നെ ആ ലേസ് പൊളിച്ചു വെച്ചിട്ടുള്ള പിക്ചർ, സോൾട്ട്, പിന്നെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന സിംഗിൾ ആയിട്ടുള്ള ലേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഈ പിക്ചറൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതാ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നും നമ്മുടെ ആഫ്റ്റർ എഫക്റ്റിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ സെറ്റിങ്സ് ഒക്കെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഇനി നമുക്കിത് ടൈം ലൈനിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മുടെ സ്ക്രീനിനനുസരിച്ച് ഇത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അത് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ലേസ് ആണ്. ലേസിന്റെ പിക്ചർ നമ്മൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ആനിമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. കണ്ട് ഇതുപോലെ റൊട്ടേറ്റ് ആയിട്ട് അത് വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പം ഈ വന്ന് നിൽക്കുന്ന പൊസിഷൻ ഓക്കെ. ഇനി നമുക്ക് റൊട്ടേഷൻ കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ട്രാൻസ്ഫോം. ഇതിനകത്ത് നമുക്ക് സ്കെയിലും റൊട്ടേഷനും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് കീ ഫ്രെയിം കൊടുത്ത് സെറ്റ് ആക്കാം. അപ്പം ഈ ഒരു പൊസിഷൻ ഓക്കെ. അപ്പൊ നമ്മുടെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് നിൽക്കേണ്ട ഈ ഒരു പൊസിഷൻ അതെല്ലാം കറക്റ്റ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു കീ ഫ്രെയിം കൊടുക്കാം. കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട്, നമ്മുടെ കർസർ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് സ്കെയില് ഒരു കീ ഫ്രെയിം കൊടുക്കാം. അതുപോലെ റൊട്ടേഷനും കീ ഫ്രെയിം കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. അപ്പം റൊട്ടേഷൻ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ എത്രത്തോളം റൊട്ടേഷൻ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. നമുക്കൊരു 5 റൊട്ടേഷൻ മതി എന്നെങ്കിൽ ഓക്കെ. അപ്പൊ അത് അവിടെ കൊടുത്തു. അപ്പം നമ്മളത് വാല്യൂസ് മാറ്റിയപ്പോൾ തന്നെ ഇവിടെ റൊട്ടേഷന്റെ കീ ഫ്രെയിം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്കെയിലും ഇത്തരത്തിൽ അങ്ങ് കീ ഫ്രെയിം കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇത്തരത്തിൽ നമുക്ക് സ്കെയിലും കീ ഫ്രെയിം കൊടുക്കാം. നമുക്ക് ആദ്യം ഇത് ചെറുതിൽ നിന്ന് വലുതിലോട്ടായിട്ട് ഇങ്ങനെ സൂം ചെയ്ത് വരുന്നതായിട്ടില്ലേ. അപ്പം നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. നമ്മുടെ ആ ഒരു ലേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. ഓക്കെ, അപ്പൊ അത്രയും മതി. ഒരുപാട് ചെറുതാക്കുന്നില്ല, ചെറുതായിട്ട് ഒരു കുറച്ച് ചെറുതാക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? പക്ഷെ ഇവിടെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും ടൈം വേണ്ട. പെട്ടെന്ന് ഒരു 2-3 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്നിങ്ങനെ നിൽക്കണം. അപ്പം നമ്മൾ കീ ഫ്രെയിം കൊടുത്തേക്കുന്ന ഒന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പെട്ടെന്ന് അനിമേഷൻ കിട്ടത്ത രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. കണ്ടോ? അതിലെ റൊട്ടേഷൻ ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഒരു 4-5 തവണ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ 5 കൊടുത്തോണ്ടാ അത്രയും പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് 1-2 മതി. 2 കൊടുത്തു നോക്കാം. ഇനി നമുക്കൊന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? 2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അത് വന്നിങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ അത്ര മനസ്സിലായല്ലോ അല്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് നമുക്ക് ഈ പൊട്ടറ്റോ വരുന്നതായിട്ടുള്ളതാണ്. ഈ ഇപ്പം വന്ന റൂട്ട്. ഇനി നമ്മൾ പൊട്ടറ്റോ ഓൾറെഡി നമ്മളത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് എവിടെ കൊണ്ടുവരണം? ഈ ഒരു ആനിമേഷൻ കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ഈ ഒരു ലേസും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് പൊട്ടറ്റോയെ ഇങ്ങനെ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്താൽ മതി. എന്തായാലും നമുക്ക് ആ പൊട്ടറ്റോയെ ഇവിടോട്ട് കൊണ്ടുവന്നിടാം. ഈ റെഡിന്റെ മുകളിലായിട്ട് നമ്മുടെ ലേസിന്റെ മുകളിലായിട്ട് പൊട്ടറ്റോ വന്നു. നമുക്കത് ഇവിടെ ആയിട്ടല്ലേ വരണ്ടേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെറുത് മതി. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ലേസിന്റെ പിന്നിലായിട്ട് അതിനെ ഒന്ന് കൊണ്ടുവരാം. ഇതിപ്പോ ലേസിന്റെ മുമ്പിലായിട്ടല്ലേ ഈ ഒരു പൊട്ടറ്റോ നിൽക്കുന്നത്. നമുക്ക് ലേസിന്റെ പിന്നിലായിട്ട് മതി. അപ്പൊ ആ ഒരു ലേസ് എന്ന് പറയുന്നതിന്റെ പിന്നിലായിട്ട് താഴെയായിട്ട് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്കിലായിട്ട് പോയേക്കുന്നുണ്ടോ? കണ്ടോ? ഓക്കെ, അപ്പം
ഇതാ ഇവിടെ ആയിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം. പിന്നെ സ്കെയിൽ ഒന്ന് കുറയ്ക്കാം, അതിന്റെ സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം പൊട്ടറ്റോ ഇവിടെ വന്ന് നിന്നാൽ മതി. അപ്പൊ ഇനി നമുക്ക് ആനിമേഷൻ കൊടുക്കേണ്ടത് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ പറന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് റെഡിയായി. നമുക്കത് കീ ഫ്രെയിം കൊടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള അനിമേഷൻ ചെയ്യാം. ഓക്കെ, അപ്പം അതിന്റെ പൊസിഷൻ നമ്മളിവിടെ ഇച്ചിരി ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് കീ ഫ്രെയിം കൊടുക്കുകയാണ്. പൊസിഷന് കീ ഫ്രെയിം കൊടുത്തു. ഇനി നമുക്ക് ഈ പൊസിഷൻ ഫസ്റ്റ് എവിടുന്ന് വരണം? ഇവിടുന്ന് വരണം. അപ്പം ഇവിടെ ആയിട്ട് നമ്മുടെ കർസർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊസിഷൻ അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവനെ പുറത്തോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഫ്രെയിമിന് പുറത്തായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ട്, വേറെ സ്ലോ ആയിട്ടാണ് വരുന്നത്. അതും ഇവിടെ നിന്ന് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് ലേസ് ഇങ്ങനെ കറങ്ങിതാ ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ തന്നെ പെട്ടെന്നായിട്ട് അടുത്തത് വരണം. അപ്പൊ നമുക്ക് അതിന്റെ പൊസിഷൻ ഇങ്ങനെ ആദ്യം കൊടുത്ത പൊസിഷൻ ഇവിടെ കൊണ്ടുവെക്കാം. അതായത് ഈ ഒരു പുറത്ത് വയ്ക്കുന്ന പൊസിഷൻ നമ്മൾ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എത്തണം, ഈ ലേസിന്റെ പുറകിലായിട്ട് വന്ന് നിൽക്കണം. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു കീ ഫ്രെയിം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, പെട്ടെന്ന് വന്നോ? കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് വരുന്നത്. നമുക്ക് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് നിന്നു, അപ്പം തന്നെ ഇങ്ങെത്തണം, സംഭവം ഇങ്ങെത്തണം, ഒരുപാടൊന്ന് കറങ്ങി പോകണ്ട. ഓക്കെ, ഇവിടെ നിന്നു, കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കീ ഫ്രെയിം. ഇനി ഒന്ന് നോക്കാം. കുഴപ്പമില്ല, പെട്ടെന്ന് വന്നില്ലേ? വേണമെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് അത് കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ അത് പ്ലേ ചെയ്ത് നോക്കിക്കോളൂ. കണ്ടോ, പെട്ടെന്ന് വന്നില്ലേ? ഇത്ര മതി, ഇത് കറക്റ്റ് ആയില്ലേ? അപ്പം അത് രണ്ട് കറക്റ്റ് ആയി. ഇനി നമുക്ക് ചിപ്സ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ പറന്ന് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണിക്കണം അല്ലേ? നമുക്ക് ചിപ്സ് നമ്മൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ ഇങ്ങ് കൊണ്ടുവരാം. ഇനി നമുക്ക് ചിപ്സിനെയും നമ്മുടെ ഈ ഒരു ലേസിന്റെ പിന്നിലായിട്ട് കൊണ്ടുവരാം. ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിന്റെ സൈസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ഇതാ ഇവിടെ ലേസിന്റെ പിന്നിലായിട്ട് കൊണ്ടുവച്ചു. അപ്പം ആ ഫ്രെയിം റെഡിയായി. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറന്ന് വരണമല്ലോ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പറന്നിങ്ങനെ വരണ്ടേ അല്ലേ? അപ്പം ഇവിടെ നമുക്കൊരു കീ ഫ്രെയിം കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഉള്ള ഒരു പൊസിഷനും ഒരു കീ ഫ്രെയിം കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ ചെയ്ത് കൂട്ട് തന്നെ നമുക്കിനി പൊസിഷന് കീ ഫ്രെയിം കൊടുത്താൽ മതി. അപ്പൊ എന്താണ്ട് ഇവിടെ പൊസിഷൻ എന്നതിൽ കീ ഫ്രെയിം നമ്മൾ കൊടുക്കുകയാണ്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് തള്ളി വെച്ചു. ഇനി നമുക്ക് ഈ പൊസിഷൻ പുറത്തു കൊണ്ടുപോകാം. നമ്മുടെ ഫ്രെയിമിന് പുറത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു കീ ഫ്രെയിം വരുന്നതായിരിക്കും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പെട്ടെന്ന് വന്നില്ലേ? ഒരുപാട് സ്പീഡിൽ വന്നതായിട്ട് തോന്നുന്നല്ലോ. ഒന്നുകൂടെ നോക്കാം. ഇനി ഇവിടെ ആയിട്ടാണ് അത് വരേണ്ടത്. അതായത് നമ്മുടെ പൊട്ടറ്റോയും വന്നു കഴിഞ്ഞിട്ട് അടുത്ത തോന്നിയിലായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ചിപ്സിങ് എത്തണം. പക്ഷെ ചിപ്സിന്റെ കീ ഫ്രെയിം നമ്മൾ കൊടുത്തിരിക്കുന്നത് അങ്ങ് ദൂരെ കിടക്കുക. അതിനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പറന്ന് വരുന്നുണ്ട്, പക്ഷെ ഇച്ചിരി ലാഗ് ആവുന്നുണ്ട്. ഇച്ചിരിയും കൂടെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വന്നു നല്ലല്ലേ ഒരു രസമുള്ളൂ. അപ്പൊ കീ ഫ്രെയിമിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും കീ ഫ്രെയിമിൽ ഒന്നും മാറ്റം വരുത്തണ്ട. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്താൽ മതി. അതൊന്ന് അടുപ്പിച്ചു കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഇപ്പൊ ശരിയായി കാണും. നോക്കാം നമുക്ക്. കണ്ടോ, കറക്റ്റ് നമ്മുടെ പൊട്ടറ്റോ വന്ന് അത് കഴിഞ്ഞപ്പോ നമ്മുടെ ചിപ്സ് കുഞ്ഞെത്തി അല്ലേ? നോക്കിയേ, കുഴപ്പമില്ലല്ലോ, ലാഗൊന്നും ഇല്ലല്ലോ. നോക്കട്ടെ, ഒന്നും കൂടെ നോക്കട്ടെ. എത്തി, ഒരു ഇച്ചിരി ലാഗുണ്ട്. നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒന്നും കൂടെ നോക്കാം. പെട്ടെന്ന് ഇങ്ങെത്തി, മതിയല്ലോ.
അപ്പം അത് ഇത്ര റെഡി ആയല്ലോ. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഓക്കെ, ഇങ്ങനത്തെയല്ലോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. നമുക്ക് ആ ഒരു ചിപ്സിന്റെ സ്കെയിലിംഗ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് വലുതാക്കാം. ഇപ്പൊ ഉള്ളതിനേക്കായി പൊസിഷൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ പറന്നിങ്ങ് എത്തിയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വലുതാക്കി നോക്കാം. ഓക്കെ, അപ്പം എത്തിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് അപ്പം എത്തിയതിന്റെ ആ ഒരു പൊസിഷനിൽ ഞാൻ സ്കെയില് ഒരു കീ ഫ്രെയിം കൊടുത്തു. ജസ്റ്റ് കൾസർ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് വലിപ്പം കൊടുത്തു. ഓക്കെ, അപ്പൊ അത്ര ചെറിയൊരു ചേഞ്ചസും കൂടെ വരുത്തി. കണ്ടോ? അപ്പം വന്ന് ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് വലുതാവുന്നുണ്ടോ? കൊള്ളാം അല്ലേ? ഓക്കെ, അത്രയും മതി. അപ്പൊ അതെല്ലാം ആയി. ഇനി നമുക്ക് സോൾട്ടിനെ കൊണ്ടുവരണം. സോൾട്ടിനെ നമുക്ക് ഇതിന്റെ മുമ്പിലായിട്ടാണ് കൊണ്ടുവരേണ്ടത്. നമ്മുടെ ലേസിന്റെ മുമ്പിലായിട്ട് സോൾട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുന്നതായിട്ട്. ഓക്കെ, അപ്പൊ അത്ര കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് സോൾട്ടിനെ കൊണ്ടുവരണം, അതിന്റെ മുമ്പിലായിട്ട് കൊണ്ടുവരണം. അപ്പം സോൾട്ടിന്റെ അനിമേഷൻ എങ്ങനെ? ഇവിടെ തന്നെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഫ്രെയിമിന് പുറത്തു പോവുകയും പുറത്തുനിന്ന് അകത്തോട്ട് വരികയും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ സൂം ഔട്ട് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. ഇപ്പം നമുക്ക് എന്തായാലും ആദ്യം സോൾട്ടിനെ എടുത്തുകൊണ്ട് വരാം. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിന്റെ മുന്നിലായിട്ട് തന്നെ വേണം. ഇതുവരെ നമ്മൾ പൊട്ടറ്റോയും ചിപ്സിനെയൊക്കെ നമ്മുടെ ലേസിന്റെ പിന്നിലായിട്ടാണ് വെച്ചത്. ഇനി നമുക്ക് ലേസിന്റെ മുന്നിലായിട്ട് വേണം ഈ സോൾട്ട് വരണ്ടേ. അപ്പം ലേസിന്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്ന് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. ലേസിന്റെ മുമ്പിലായിട്ട് വന്നുണ്ടോ? ഇതാ ഇവിടെ. ഇനി നമുക്ക് ഇത് സൈസൊക്കെ ഒന്ന് കുറയ്ക്കാം. അതുപോലെ പൊസിഷൻ ഈ ഒരു പൊസിഷനാണ് വേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അതുപോലെ സൂം ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സോൾട്ടിന്റെ ആനിമേഷൻ പരിപാടി തുടങ്ങാം. കീ ഫ്രെയിം കൊടുക്കാം. അതിന് മുമ്പ് ഇത് കറക്റ്റ് പൊസിഷനിലാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അല്ല, ഇവൻ ഇങ്ങ് വന്ന് കിടക്കുക. കണ്ട? റൊട്ടേറ്റ് ചെയ്ത് ഇത് വന്നിട്ട് ഇവിടാണ് നമുക്ക് വരേണ്ടത്. അപ്പം നമുക്ക് ഈ ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സോൾട്ടിന്റെ ലെയർ. ഇവിടെ സോൾട്ടിന്റെ ഇമേജ് ഇവിടെ വന്നാൽ മതി എന്നുള്ളത്. നേരത്തെ ഇങ്ങ് ഫസ്റ്റ് വരെ കിടപ്പുണ്ടായിരുന്നു, അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു, മാറ്റി. അപ്പൊ അത് കറക്റ്റ്. ഇനി നമുക്ക് കീ ഫ്രെയിം കൊടുക്കാം. അപ്പം ഇവിടെ കീ ഫ്രെയിം ആദ്യം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റൊട്ടേഷൻ ആണ് ചെയ്യേണ്ടത്. റൊട്ടേഷൻ ചെയ്യുന്നതും അതുപോലെ സൂം ചെയ്ത് വരുന്നതും. ആദ്യം നമുക്ക് സൂം കൊടുക്കാം. സൂമിന്റെ ഇവിടെ സ്കെയിൽ എന്നത് നോക്കാം. അപ്പം ഈ ഒരു സ്കെയിലിൽ നമ്മൾ കീ ഫ്രെയിം കൊടുത്തു. അപ്പം ഈ വന്നിരിക്കുന്ന പൊസിഷൻ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഇത് വന്ന് നിൽക്കേണ്ടതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ സൈസ് സ്കെയിലിംഗ് ഒന്ന് കുറയ്ക്കുന്നു. ചെറുതാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒന്നുമില്ല, അയിമിൽ നിന്ന് വലുതായി വരുന്നതായിട്ട്. ഓക്കെ, നോക്കാം. നമുക്കൊന്ന് വരുന്നുണ്ട്, സ്കെയിലായി വരുന്നുണ്ട്. പിന്നെ അതിന്റെ സ്പീഡ് ഒന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്ര സ്കെയിലിംഗ് വേണ്ട, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇത് റൊട്ടേറ്റും കൂടെ ആയി വരണം. അപ്പൊ ഇങ്ങനെ സൂമായി വരുന്നതനുസരിച്ച് അത് റൊട്ടേറ്റും കൂടെ ചെയ്ത് സൂമായിട്ട് അവിടെ വന്ന് നിൽക്കണം. ഓക്കെ, ഒരു രസമില്ലേ? നമുക്ക് ആദ്യം റൊട്ടേഷൻ, ഈ ഒരു പൊസിഷൻ കറക്റ്റ് ആണ്. അപ്പൊ റൊട്ടേഷന് കീ ഫ്രെയിം കൊടുത്തു, ഇവിടെ നിൽക്കുന്നു. ഇനി ഫസ്റ്റ് വന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഏത് പൊസിഷനാണ്? ഇങ്ങനെ നമ്മൾ റൊട്ടേഷൻ കൊടുത്തു. എത്ര പ്രാവശ്യം കറങ്ങണം? 2 പ്രാവശ്യം കറങ്ങിയാൽ മതി. നമ്മൾ അതും കൊടുത്തു. ഓക്കെ, അതെല്ലാം സെറ്റായി. ഇനി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? പെട്ടെന്ന് ആനിമേഷൻ നടക്കുന്നില്ലല്ലോ, ശ്രദ്ധിച്ചോ? ഇവിടെ വന്നിങ്ങനെ നിൽക്കുക. അപ്പം അങ്ങനെ നിൽക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെയർ ഇവിടാണ് കിടക്കുന്നത്. കണ്ടോ? ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതാ ഇവിടെ കറക്റ്റ് കർസർ കറക്റ്റ് ആക്കി വെച്ച് രണ്ടും ഒരേ പൊസിഷനിൽ വെച്ചു. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ്. നമ്മുടെ കർസർ ഇവിടെ കൊണ്ടുവെക്കുക. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ശരിയായോ? ഓക്കെ, ശരിയായോ? ഓക്കെ, ഇവിടെ ലാഗ് ഉണ്ട്. നമ്മുടെ ചിപ്സ് അവിടെ എത്തി, അത് സൂമായി കഴിഞ്ഞിട്ട് ഉടനെ നമ്മുടെ സോൾട്ടും വരണം. സോൾട്ട് അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ സോൾട്ടിന്റെ ആ ഒരു ഇമേജ് നമ്മൾ അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് മാറ്റാം. കുറച്ചും കൂടെ ഇവിടുന്ന് തുടങ്ങണം. എന്നിട്ട് കീ ഫ്രെയിം അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട്
ഇങ്ങനെ അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ പൊസിഷൻ അലൈൻമെന്റ് ചെയ്താൽ മതി. ഓക്കെ, നോക്കാം. പക്ഷെ ഒരുപാട് അങ്ങ് റൊട്ടേഷൻ വരുന്നുണ്ട് ഇല്ലേ? നമുക്ക് ഇത്ര റൊട്ടേഷൻ വേണ്ട. റൊട്ടേഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ആയാൽ മതി. ഇപ്പം ഇവിടെ 2 കൊടുത്തേ, അത് മാറ്റി നമുക്ക് 1 കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ അതെല്ലാം കറക്റ്റ് ആയല്ലോ. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടത്? ഇങ്ങനെ സോൾട്ട് ഇങ്ങനെ സൂമായി ഇവിടെ നിൽക്കുന്നു. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ലേസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിപ്സ് 4 സൈഡിലായിട്ട് ഇങ്ങനെ പറക്കുന്നു. ഇതല്ലേ? അപ്പം ഇതിന് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ചിപ്സ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആ സിംഗിൾ ആയിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ, ലേസ് ഉണ്ടല്ലോ, അത് ഇങ്ങെടുക്കാം. അതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്തിടാം. ഇനി ഇതിനെ നമുക്ക് ഇതിന്റെ എല്ലാം ബാക്കിലായിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ബാക്കിൽ നിന്ന്, അതായത് നമ്മുടെ ആ ഒരു ലേസിന്റെ ബാക്കിൽ നിന്ന് പെട്ടെന്ന് 4 സൈഡിലോട്ടും പറന്നു പോകുന്നതായിട്ടുള്ള ഒരു അനിമേഷൻ ആണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്ക് നമ്മുടെ ലെയറിന്റെ ബാക്കിലായിട്ട് തന്നെ ഇതിനെ കൊണ്ടുവെക്കാം. ലെയറിന്റെ ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്, കൊണ്ടുവരണം. അതുപോലെ ഇവിടെയും താഴെയും ഈ സൈഡിലും മേളിലായിട്ട് 4 സൈഡിലായിട്ടും ഒരേ സമയത്ത് ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, എന്തായാലും ഈ ഒരു പൊസിഷൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നോക്കാം കറക്റ്റ് ആണോന്നും. അല്ല, ഇത് മുന്നേ വന്നിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ ആ ഒരു ലെയർ. ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. മുന്നേ വരണ്ടല്ലോ, നമുക്കിത് സോൾട്ടും വന്നതിന് ശേഷമാണല്ലോ അത് വരണ്ടേ. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, സാൾട്ടും വന്നതിന് ശേഷം നമുക്ക് അവനെ കൊണ്ടുവന്നാൽ മതി. സോൾട്ട് ഇങ്ങനെ സൂമായി എത്തി. ഇനി ഇവിടെ നമുക്ക് കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പൊസിഷനിലെത്തി. നമുക്കിത് കീ ഫ്രെയിം കൊടുത്ത് ആനിമേഷൻ ചെയ്യണം. അതിന് മുമ്പ് ഇത് 4 സൈഡിലും വേണമല്ലോ. ഇപ്പൊ ഒരെണ്ണേ ഉള്ളു ഇത്. ഈ ഒരെണ്ണം തന്നെ നമുക്ക് 4 സൈഡിൽ എത്തിക്കാൻ വേണ്ടി ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചാൽ മതി. ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി Ctrl D കൊടുത്താൽ മതി. ഇപ്പൊ വേണ്ട അതിന്റെ 2ാമത്തെ ലെയർ വന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇതെല്ലാം പ്ലേസ് ചെയ്തതിനു ശേഷം നമുക്ക് അനിമേഷൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചു. വീണ്ടും ആ ഒരു ചിപ്സ് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് Ctrl D കൊടുക്കാന്നുണ്ടെങ്കിൽ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ആയി വരുന്നതായിരിക്കും. എന്നിട്ട് അതിനെ നമുക്ക് ഈ ഒരു സൈഡിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യാം, വീണ്ടും Ctrl D കൊടുക്കുക, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിച്ചു. അങ്ങനെ 4 സൈഡ് നമുക്ക് ചിപ്സിനെ കിട്ടി. ഇനി ഇത് കീ ഫ്രെയിം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ ലെയറിന് നമുക്ക് കീ ഫ്രെയിം കൊടുക്കാം. ആദ്യത്തെ ലെയർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിന്റെ പൊസിഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം ഇവിടെ നിൽക്കുന്ന പൊസിഷൻ ഓക്കെ. എന്നിട്ട് ഈ ബാക്കിൽ നിന്ന് വരുന്ന അങ്ങോട്ട് പോകുന്ന പൊസിഷനാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പം ഈ നിൽക്കുന്ന പൊസിഷൻ ഓക്കെ ആയതുകൊണ്ട് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പൊസിഷന് കീ ഫ്രെയിം കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റിലോട്ട് കഴ്സർ കൊണ്ടുപോവുക. എന്നിട്ട് അതിന്റെ പൊസിഷൻ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ആയിട്ട് കൊണ്ടുവെക്കും. ഓക്കെ, ഇതേ സെയിം തന്നെ ബാക്കിയുള്ളതിലും കൊടുക്കണം. പൊസിഷനും എല്ലാം കൃത്യമായിട്ട് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കീ ഫ്രെയിം കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. കണ്ടോ, കുറച്ചും കൂടെ പെട്ടെന്ന് വരണമെങ്കിൽ നമുക്ക് ആ ഒരു കീ ഫ്രെയിം ഇവിടെ സൂം ചെയ്യാൻ പറ്റും. നമുക്ക് സൂം ചെയ്തൊന്ന് വെക്കാം. കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടുപ്പിച്ച് വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് അത് പെട്ടെന്ന് ആ ഒരു അനിമേഷൻ കിട്ടുന്നതാണ്. പെട്ടെന്ന് പറന്നെത്തിയതുണ്ടോ? ഓക്കെ, അത്രേ ഉള്ളൂ. അത് കറക്റ്റാണ്. അപ്പം ബാക്കിയുള്ള 3 ചിപ്സിന്റെ ആനിമേഷൻ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, വീഡിയോ അത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ലെന്ത് കൂടും, പിന്നെ നിങ്ങൾക്ക് ബോറും അടിക്കേണ്ട. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതേ സെയിം പ്രോസസ്സ് തന്നെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത്രയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ആനിമേഷൻ ഫുള്ള് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുന്നതായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് നമുക്ക് സാധാരണ തൊട്ട് ടെക്സ്റ്റ് എടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ലേസ് എന്ന് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിന്റെ ടെക്സ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം, ലേസ്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും ആനിമേഷൻസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ആനിമേഷൻ ആൻഡ് പ്രീസെറ്റിനകത്ത് ടെക്സ്റ്റ് എന്നതുണ്ട്. അപ്പം ടെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന നോക്കിയ ഇത് തുടക്കത്തിലെ വന്നു. ഇതൊന്നും വേണ്ട, നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് ഈ ചിപ്സുകൾ ഞെത്തി കഴിഞ്ഞിട്ടാണ് വേണ്ടത്. ഇവിടെ ആയിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഇതങ്ങ് ഫസ്റ്റിലെ ഒന്ന് നടക്കുമായിരുന്നു. ഓക്കെ, അത് മാറ്റി. ഇനി തുടക്കത്തിൽ തന്നെ ടെക്സ്റ്റ് വരുന്നതിന് ഒരു ആനിമേഷൻ നമുക്ക് കൊടുക്കാം. ഇവിടെ
ബ്ലർ എന്നതിനകത്ത് ഞാൻ ബുള്ളറ്റ് ട്രെയിൻ എന്ന ആനിമേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, വന്നിട്ടുണ്ട്, നോക്കാം. കണ്ടോ, ഒരു ആനിമേഷൻ അവിടെ വന്നിട്ടുണ്ട്. സിമ്പിൾ. വേറെ എന്ത് വേണേലും ടെക്സ്റ്റിങ് കൊടുക്കാം. ഞാൻ ചുമ്മാ അവിടെ അത് കൊടുക്കുന്നു. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആ ടെക്സ്റ്റ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണെങ്കിൽ അതിന് സ്റ്റോക്കൊക്കെ കൊടുക്കാം. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് പോലെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആ ടെക്സ്റ്റ് ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാൻ നോക്കുക. ഇതുള്ളൂ. ഇത്രയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക്കും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കും കൂടെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫയൽ എടുക്കുക. എക്സ്പോർട്ട് എന്നതിൽ മീഡിയ എൻകോഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഞാൻ മീഡിയ എൻകോഡർ ചൂസ് ചെയ്യുകയാണ്. അത് ചൂസ് ചെയ്ത് നമുക്കിത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് പിന്നീട് ഇതേപോലുള്ള വെറൈറ്റീസ് വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.